ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജാനകിയുടെ അബിയുടെ വീടിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തമ്പിനെ ആണെങ്കിൽ വക്കീലും അബിയും കൂടി പറ്റിക്കുകയാണ്. വിഷു എന്ന് പറഞ്ഞൊരു മോളുണ്ട്. രാധാമണിയിൽ തമ്പിക്കുണ്ടായ മകനാണ് ജനിച്ചത്. വിഷു എന്നാണ് പേരെന്നൊക്കെ പറയാണ്. അത് കേൾക്കണത് തമ്പി ഒന്ന് പേടിച്ചു ചേർക്കുന്നുട്ടോ. ഈശ്വര, ഞാൻ പേടിച്ച പോലെ തന്നെ നടന്നല്ലോ. ഞാൻ എത്രയോ നാൾ എന്റെ പേടി സ്വപ്നമാണ് ആ രാധാമണി വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ. ഈശ്വര, വിഷു എന്ന് പറയാൻ എനിക്കൊരു മോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ മോൾ എങ്ങനെ പ്രതികരിക്കും? ഭാര്യ പിണങ്ങി പോകുന്ന ഉറപ്പാണ്. പക്ഷെ എന്റെ മോള്, അവൾക്കിത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പാണെങ്കിൽ അവൾ എന്റെ നേരെ ചോദ്യങ്ങളായിട്ട് വരാൻ തുടങ്ങി. ആരാണ് വിശ്വൻ എന്ന്. കിടന്നുറങ്ങിയ ഉറക്കം പോലും വരുന്നില്ല. അവൻ ഇങ്ങനെയായിരിക്കും കാണാനായിട്ട്. ഇനി എന്നെ പോലെ വലുതും ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ ആർക്കും പറയേണ്ട കാര്യം പോലും ഇല്ല. അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്റെ മോനാണെന്ന്. ഇത് ആരാണ് വിശ്വൻ? അത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ ജീവിതത്തിന് ഇങ്ങനെ ഇടങ്കോലിടാനായിട്ട് വരുന്നത് മോനാണെങ്കിലും തമ്പി നശിപ്പിച്ചിരിക്കും എന്നൊക്കെ വിചാരിക്കാണ്. പക്ഷെ എങ്ങനെ നശിപ്പിക്കും? എന്റെ സ്വന്തം മോനല്ലേ. എന്തായാലും എന്റെ അതേ സ്വഭാവമായിരിക്കും. ചിലപ്പോ അവൻ നല്ല തടിമിടുക്കുള്ള നല്ല അടിപൊളി ആണത്തുള്ളൊരുത്തനാണെങ്കിൽ അവനെ കൂടെ നിർത്തണേ നല്ലത്. പക്ഷെ എന്റെ മോന എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ആ അബിയുടെയും ആ വക്കീലിന്റെയും സഹായം കിട്ടിയേ പറ്റൂ. സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ വക്കീലെ ഞാൻ ഒന്ന് പോയി കാണുന്നുണ്ട്. അയാൾക്കൊന്നും കൂടി ചോദിക്കാം എന്നൊക്കെ തമ്പി വിചാരിക്കാണ്. തമ്പി വീണ്ടും സക്കീർ ഹുസൈനെ പോയി കാണാട്ടോ. എടോ നോക്ക്, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും താനും സൂര്യനൊക്കെ എത്രയോ നല്ല കൂട്ടുകാരായിരുന്നു. അതെ, നല്ല കൂട്ടുകാരായിരുന്നു. അവസാനം ചതി പറ്റിയിട്ടാണല്ലോ മൂന്ന് വഴിക്ക് പോയത്. പക്ഷെ ഞാൻ നന്മയുടെ ഭാഗമുള്ള സൂര്യയുടെ കൂടെ ചേർന്നു. പക്ഷെ താൻ ആളാകെ മാറി. എന്തൊക്കെ പറഞ്ഞാലും സൂര്യയുടെ ഇപ്പത്തെ ആ ഒരു ഉയർച്ച, അതായത് സൂര്യൻ മരിച്ചു പോയെങ്കിലും ആ ഒരു ഉയർച്ച ഉണ്ടല്ലോ, അളകാപുരിയുടെ ആ ഒരു ഉയർച്ച, അതിന് കാരണം ആ കമ്പനി തന്നെയാണ്. പക്ഷെ ആ കമ്പനി കെട്ടിപ്പൊക്കിയത് സൂര്യ മാത്രമല്ല, താനും കൂടിയാണ്. സൂര്യക്ക് എപ്പോഴും അത് മനസ്സിലുണ്ടായിരുന്നു, താനും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്റെ മോളുടെ ആ ഒരു പ്രൊപ്പോസൽ വന്നപ്പോ സൂര്യ പ്രൊസീഡ് ചെയ്തതിനെ കാരണം അത് തന്നെയാണ്. കാരണം സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോ തന്റെ മകൾക്കും കൂടി കൊടുക്കാൻ, കാരണം തനിക്കൊരു അവകാശം ഉണ്ട് ആ കമ്പനിയില്, അത് തന്റെ മകൾക്ക് കൊടുക്കാന്നാണ് സൂര്യ വിചാരിച്ചത്. പക്ഷെ തന്റെ മകളാണെങ്കിലോ ആ കുടുംബം നശിപ്പിക്കാൻ നോക്കുമായിരുന്നു. അതുകൊണ്ട് അവളുടെ പേരിലൊന്നും എഴുതി കൊടുക്കാതിരുന്നത്. എടോ, അതെന്തെങ്കിലൊക്കെ ആവട്ടെ, എനിക്ക് സ്വത്തോ വട്ടോ ഒന്നും തന്നെ വേണ്ട. പക്ഷെ ഒരു കാര്യം മാത്രം താൻ എനിക്ക് വേണ്ടി പറയടോ. എന്താ? എടോ, എവിടെയാടോ വിഷുവോ? അതാരാ? ഓ, വിഷു. അതിനിപ്പോ അടുത്ത വർഷം ആവുമായിരിക്കും. എടോ, വിശ്വൻ താനല്ലേ പറഞ്ഞത് എനിക്കൊരു മോനുണ്ടെന്ന്. അതെ, മോനൊക്കെ ഉണ്ട്, അത് സത്യമാണ്. എടോ, എനിക്ക് അവനൊന്ന് കാണണം. ഇല്ല, അത് ഒരിക്കലും നടക്കില്ല തമ്പി സാറേ, ഒരിക്കലും ഞാൻ കാണിച്ചു തരില്ല. പിന്നെ തന്റെ മോനെ തന്നെക്കാളും വിളഞ്ഞ വിത്താടോ. താനൊരു 10 ഇരട്ടിയായാലും എങ്ങനെ ഉണ്ടാവും? അതുപോലെയാ തന്റെ മോൻ. കണ്ടതിനാലല്ലേ തന്നെ പറിച്ചു വെച്ചേക്കണ പോലെ തോന്നും. മോൻ വന്ന് മുമ്പിൽ നിന്നാലേ തന്നെ പഴയ കഥകളൊന്നും തന്റെ ഭാര്യയെടുത്തും മകളത്തും പറയേണ്ട കാര്യമില്ല. അവർ തന്നെ ഊഹിച്ചെടുത്തോളും. അതുപോലെ തന്നെയാ തന്റെ കണ്ണും തന്റെ മൂക്കും മുഖവും ചുണ്ടും ഈ ശരീരവും ഒക്കെ അതുപോലെ തന്നെയാ. പിത്തത്തടി എന്ന് പറയണ എന്താണോ? അതെ, പിത്തത്തടിന്ന്. പക്ഷെ ബുദ്ധി തന്നെക്കാളും കാന ബുദ്ധിയാ. 10 പേരുടെ തലയാന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തലയാടോ. എനിക്ക് എന്റെ മോനൊന്ന് കാണണം. എന്തിനാ? അവനെ കൊന്നുകളയാനാണോ? നിങ്ങൾക്ക് സ്വന്തം മോനാണെന്നില്ലല്ലോ, അവിഹിതമാണല്ലോ. അപ്പൊ ചിലപ്പോ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. എടോ, എനിക്ക് എന്റെ മോനെ ഇല്ലാതാക്കണത് എന്തിനാടോ? താൻ ഒരു കാര്യം ചെയ്യും, എനിക്ക് എന്റെ മോനൊന്ന് കാണണം. പറ്റില്ല. വേണമെങ്കിൽ അബിയുടെ കാല് പിടിച്ചു നോക്ക്, ചിലപ്പോ അബി സമ്മതിക്കുമായിരിക്കും എന്ന് പറയാണ്. അബിയുടെ കാലെങ്കിൽ അബിയുടെ കാല്, ആരുടെങ്കിലും കാല് പിടിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പി അവിടുന്ന് പോകുവാട്ടോ. അബിയെടുത്ത് പോയി ചോദിക്കണ്ട. അബി പ്ലീസ് മോനെ ഒന്ന് പറഞ്ഞതാ, അവൻ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞ. അല്ലെങ്കിൽ രാധാമണി എവിടെയാ? എന്താ രാധാമണി എടുത്ത് പിന്നെയും സൗഹൃദം കൂടാൻ പോണോ? പാവം പെണ്ണ് താൻ നശിപ്പിച്ചലാടോ. 18 വയസ്സുള്ള പെണ്ണിനെ, 18 വയസ്സ് പോലും ആവാത്ത പെണ്ണ ഇല്ലാതാക്കിയിട്ട് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് അവളുണ്ട് ഇല്ലാതെ കൊല ചെയ്തില്ലോടോ താൻ. എടാ, അത് അവള് ആ സമയത്ത് നീ കാണുന്നത് സിനിമാ നടികളെ പോലെ ആയിരുന്നു. എല്ലാവരും ഓഫീസിൽ എല്ലാവരും അവളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. അപ്പൊ ഇത് ഞാനൊരു ആണല്ലേടാ, എനിക്കൊരു ആഗ്രഹം തോന്നി. സത്യം പറഞ്ഞ അവളെ കല്യാണം കഴിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അത് വീട്ടിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോയി തന്നെ. സൂര്യക്കെല്ലാം അറിയായിരുന്നു. എന്റെ അച്ഛനെല്ലാം അറിയായിരുന്നു. ഇപ്പൊ അച്ഛൻ മരിച്ചു പോയിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ഇല്ലടാ, സത്യം ഞാൻ പറഞ്ഞത്, എനിക്ക് രാധാമണിനെ അത്ര ഇഷ്ടമായിരുന്നു. അന്ന് ശരിക്കും അങ്ങനെയൊക്കെ നടന്നു പോയി. പക്ഷെ അവളെ ഞാൻ കല്യാണം കഴിക്കാനായിട്ട് തന്നെയായിരുന്നത്. വീട്ടിലേക്ക് പോയപ്പോഴാണ് അച്ഛനും അമ്മയും പണക്കാരിയായിട്ടുള്ള അപർണയുടെ അമ്മേനെ വിവാഹം ആലോചിച്ചത്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതെ, ചിലപ്പോ നിങ്ങൾ പറഞ്ഞ സത്യമായിരിക്കും, രാധാമണിനെ നിങ്ങൾക്ക് വിവാഹം കഴിക്കണം താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് പണച്ചാക്കായിട്ടുള്ള വേറൊരു പെണ്ണ് വരുന്നത്. അപ്പൊ നിങ്ങൾ രാധാമണിനെ മറന്നു എന്ന് പറയാണ്. എടാ, അവളൊരു പാവമായിരുന്നു രാധാമണി. അന്ന് ഞാൻ ഒരുപാട് അവിടെ അന്വേഷിച്ചതാണ്. പക്ഷെ ഭ്രാന്ത് പിടിച്ചു, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എടാ തമ്പി, താൻ ഇപ്പൊ കഥ വന്ന് പറയണതൊക്കെ എനിക്കറിയാം. തനിക്ക് തന്നെ മോനെ കാണണം, അതല്ലേ കാര്യം? അതെ, എനിക്ക് എന്റെ മോനെ കാണണം. ഇല്ല, അതൊരിക്കലും നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബി അവിടെ നിന്ന് പോവാണ്. ഷോ, ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെ അവനൊന്ന് കണ്ടുപിടിക്കാം? ഇവരുടെ ഫോൺ ഒന്ന് പരിശോധിച്ചപ്പോ ഫോട്ടോയോ അല്ലെങ്കിൽ നമ്പറോ ഉണ്ടാവും. അതെ, ഇവര് ഫോൺ എടുത്തിട്ട് എങ്ങനെയും വിശ്വന്റെ നമ്പർ എടുത്തേ പറ്റൂ എന്ന് തമ്പിയും വിചാരിക്കാട്ടോ.
അതേസമയം ജാനകിയുടെ അമ്മേനെ കണ്ട നമ്മുടെ നിരഞ്ജന പറയണ്ട്, എന്റെ ജാനി എടുത്തി അമ്മേനെ കണ്ട ചേച്ചിനെ പറിച്ചു വെച്ച പോലെ ഉണ്ടെന്ന് പറയുമ്പോ നമ്മുടെ ജാനകി പറയണ്ട, അത് എനിക്കും തോന്നി, എന്നെ പോലെ തന്നെയാ അല്ലെ എന്റെ അമ്മേനെ കണ്ടിട്ട്. അതെ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, എന്താ എടുത്തി ഞാൻ പറഞ്ഞ കാര്യം സമ്മതിക്കണം, നീ കാര്യം പറ നിരഞ്ജനെ, അതിനുശേഷം നമുക്ക് എന്താ തീരുമാനിക്കാം. അമ്മക്ക് നീതി വേണ്ട എടുത്തി എന്ന് ചോദിക്കുകയാണ്. വേണം, എന്റെ അമ്മക്ക് നീതി വേണം. എന്റെ അമ്മ ഇത്രയും നാൾ അനുഭവിച്ച്, എനിക്കിപ്പോ 23 24 വയസ്സായി, 24 വർഷം എന്റെ അമ്മ അനുഭവിച്ചതിനൊക്കെ എന്റെ അച്ഛനെ കൊണ്ട് എനിക്ക് കണക്ക് ചോദിപ്പിക്കണം. അതെ ചേച്ചിയുടെ അമ്മക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. ട്രീറ്റ്മെന്റ് നടക്കട്ടെ, അതിന് പുറമെ ഞാൻ തന്നെ കോടതിയിൽ ഈ കേസ് വാദിക്കും, ഞാൻ വിജയിപ്പിക്കും. ചേച്ചിയുടെ അമ്മേൻ എടുത്തിയുടെ അമ്മേനെ ആരാണോ ഇല്ലാതാക്കിയത്, എടുത്തിയുടെ അച്ഛൻ ആരാണോ അയാൾ ഞാൻ കൊണ്ടുവരും വിളിച്ചത്തേക്ക്. എന്താ എടുത്തിക്കറിയണ്ട എടുത്തിയുടെ അച്ഛൻ ആരാണെന്ന്? അറിയണം എന്ന് ജാനകി പറയണ്ട്. എന്താ എടുത്തി അങ്ങനെ പറഞ്ഞത്? ഇനി എടുത്തിക്ക് മനസ്സിലായോ ആരാ അച്ഛനെന്ന്? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയാണ്. എങ്കിൽ എടുത്തി നോക്കിക്കോ, അമ്മനെ ചികിത്സിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് മാത്രല്ല, ഏടത്തിട അമ്മനെ കൊണ്ട് തന്നെ ഞാൻ കോടതിയിൽ വാദിപ്പിക്കും, ഇയാളാണ് എന്റെ ജീവിതം ഇല്ലാതാക്കിയത്. അങ്ങനെ ഏടത്തിട അച്ഛന്റെ മുഖം മൂടി ഞാൻ അടിച്ചു കളയും. പിന്നെ ഏടത്തിട അച്ഛന് ഇപ്പൊ ഏത് നിലയിലാന്ന് ആർക്കറിയാം? ചിലപ്പോ അയാളെ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടാവുമായിരിക്കും. അവര് പാവ സ്ത്രീ ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ജാനകി പറയുമ്പോ, അവര് പാവ സ്ത്രീ ആണെങ്കിലും അവർക്ക് കുട്ടികളുണ്ടെങ്കിലും ഏടത്തിട അച്ഛൻ ചെയ്ത് തെറ്റന്നെയല്ലേ? അമ്മയുടെ ഇത്രയും വർഷമല്ലേ അച്ഛൻ കളഞ്ഞത്? അയാൾ ഇത്ര നാളെ സുഖിച്ച് ജീവിച്ചല്ലേ? ഇനി സുഖിച്ച് ജീവിക്കണ്ട, കുറച്ചാള് ജയിലിൽ കിടക്കട്ടെ. എടുത്തി ട്രീറ്റ്മെന്റ് കാര്യം മാത്രം നോക്ക്, ഞാൻ കോടതിയിൽ വാദിക്കും. എന്താ എടുത്തി, ഞാൻ വാദിച്ചാൽ ജയിക്കില്ലെന്ന് എടുത്തിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സത്യം പറഞ്ഞ അജയിനെക്കാളും സൂപ്പർ വക്കീൽ ഇപ്പൊ നീ തന്നെയാണ് എന്ന് പറയാണ്. എടുത്തേക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ, എങ്കിൽ ഈ കേസ് എനിക്ക് തന്നെ തരണം എന്ന് നമ്മുടെ നിരഞ്ജന പറയാണ്. ജാനകി പറഞ്ഞിട്ട്, തീർച്ചയായിട്ടും എന്റെ അമ്മയുടെ അസുഖം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ നിനക്ക് തന്നെ ഞാൻ ഈ കേസ് തരും എന്ന് പറയാണ്. അങ്ങനെ നിരഞ്ജന പറയുന്നുട്ടോ, കോടതിയിൽ വാദിക്കും, നമ്മുടെ രാധാമണിക്ക് വേണ്ടിയിട്ട് ആ ഒരു കേസ് വാദിച്ച് നീതി നടപ്പിലാക്കുമെന്ന് നിരഞ്ജന നമ്മുടെ ജാനകിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അടുത്ത ആഴ്ച കാണിക്കുന്ന സംഭവമായിട്ട് ഞാൻ പറയണത്. അതേസമയം നമ്മുടെ വിശ്വന്റെ അടുത്ത്, നമ്മുടെ തമ്പിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അപർണ വരുവാണ്. അച്ഛാ, എന്താ മോളെ, ആരാ വിശ്വൻ? ഓ, നീയും തുടങ്ങി അടി? എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാ അമ്മ അടുത്തുള്ളോണ്ടാ ഞാനൊന്നും ചോദിക്കാതിരുന്നത്. അച്ഛന്റെ അവിഹിതം എഴുതുമ്പോ എന്തോ ആണോ അച്ഛാ? നീ വെറുതെ ഇല്ലാത്തത് പറഞ്ഞോ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഈ അച്ഛൻ അങ്ങനെ ചെയ്യുന്നു? ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനെ വേണമെങ്കിൽ അമ്മയുടെ കല്യാണം കഴിക്കുന്ന മുമ്പ് എന്തെങ്കിലും അഫെയറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മോളായിട്ട് ഞാൻ അനാവശ്യം ഒന്നും പറയണില്ല വായിന്ന്, അല്ലെ വേറെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ചുമര് തേച്ചു വെച്ചാന്. അച്ഛാ, എന്തായാലും അച്ഛൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. മുമ്പ് ജാനകിനും അഭിനയം കണ്ട വെല്ലുവിളിക്കുന്ന അച്ഛൻ ഇപ്പൊ അവരെ കണ്ട വായ മൂടി നിൽക്കുവാണ്. എന്താ അച്ഛാ കാര്യം? ഒന്നുമില്ല മോളെ, എന്തിനുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കോ? എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ മോളായ നിന്നോട് ഷെയർ ചെയ്യാറില്ലേ? എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയല്ലേ ഞാൻ നിന്നെ കാണുന്നത്. അതൊക്കെ ശരി തന്നെയാ, അച്ഛൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഇടയായിട്ട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട്. കുഴപ്പമില്ല അച്ഛാ, അങ്ങനെ എന്തെങ്കിലും മോൻ അച്ഛൻ ഉണ്ടെങ്കിൽ പിന്നെ ഈ അപർണ വേറൊരു അപർണയാവും, അത് അച്ഛൻ കാണേണ്ടി വരും എന്നൊക്കെ അപർണ വെല്ലുവിളിക്കാണ്. തമ്പി ആകെ കുടുങ്ങിപ്പോട്ടോ. ഇത് അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ എപ്പിസോഡാണ് പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ജാനകിയുടെ മമ്മിയുടെ വീഡിയോ ഞാൻ ഒരു 2 മാസം മുമ്പ് വരെ ഇട്ടുകൊണ്ടിരുന്നതാണ്. അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിലും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് എനിക്ക് ഈ ഒരു റിവ്യൂ പറയാൻ സാധിക്കുള്ളൂ. ഇതിന്റെ റിവ്യൂ, അതായത് ഇതിന്റെ റീമേക്ക് വെർഷന്റെ അപ്ഡേറ്റ് കൂടി ഞാൻ പറയാം. ഓൾറെഡി ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ, അതുപോലെ തന്നെയല്ലേ വന്നത്. അപ്പൊ ഇതിന്റെ റീമേക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയാം കേട്ടോ, മലയാളത്തിലെ റിവ്യൂ ആയിട്ട് പറയാം. അപ്പോ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.